നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ നിങ്ങൾ വേഗം വാ. അതാണ് ഇപ്പോ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എന്റെ പ്ലാൻ സക്സസ് ആയില്ലേ? 5 മിനിറ്റിനകം അപ്പച്ചി വിളിക്കൂന്ന് അച്ഛൻ ഇത്രയ്ക്ക് ഉറപ്പായിരുന്നോ? അഥവാ വിളിച്ചില്ലായിരുന്നെങ്കിലോ? എന്റെ ചേച്ചിയെ ഞാൻ കാണാൻ തുടങ്ങിയത് എനിക്ക് ഓർമ്മ വെച്ചപ്പോ മുതല. അന്ന് മുതൽ ഇന്ന് വരെ ചേച്ചിയെക്കുറിച്ചുള്ള എന്റെ ഒരു കണക്കുകൂട്ടലുകളും തെറ്റിയിട്ടില്ല. ഇനി തെറ്റുകയുമില്ല. എന്നാ നമ്മൾ പുറപ്പെടുകയല്ലേ? നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ചേഞ്ചോ? അതെന്താ? നമ്മൾ ഇന്ന് പോകുന്നില്ല, നാളെ രാവിലെ പോകുന്നുള്ളൂ. നമ്മൾ ഇന്ന് ചെല്ലുമെന്ന് ചേച്ചി പ്രതീക്ഷിക്കില്ലേ? പ്രതീക്ഷിക്കണം, പ്രതീക്ഷിക്കട്ടെ. അങ്ങനെ വിളിച്ച ഉടനെ തന്നെ അങ്ങ് പോയാ നമുക്കെന്താ ഒരു വില? ഇന്നത്തെ ഒരു രാത്രി നമ്മൾ തിരിച്ചു ചെല്ലുമോ എന്ന് സംശയിച്ച് ചേച്ചി ടെൻഷൻ അടിക്കട്ടെ. നമ്മുടെ തിരിച്ചുവരവ് മരുവത്തൂരിൽ ഒരു ചർച്ചയാവണം. അവരെല്ലാവരും നമ്മൾ വരുന്നത് കാത്തിരിക്കണം. ആ സമയത്ത് വേണം നമ്മൾ അവിടെ ചെന്നിറങ്ങാൻ. അതല്ലേ ഹീറോയിസം? ഒരിക്കലുമല്ല. അമ്മയ്ക്ക് ഇതിന് പിന്നിൽ വേറെ ഒരു ഗൂഢാലോചനയും കാണില്ല. പിറന്നാൾ ആഘോഷിക്കാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു എന്നതിലപ്പുറം അമ്മ മറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അമ്മ എന്തിനാ ചിന്തിക്കുന്നത്? അവര് ചിന്തിക്കുമല്ലോ. വെറുതെ നിന്ന കുരങ്ങനെ മരത്തിൽ കയറാൻ ഏണി ചാരി വെച്ചു കൊടുത്ത പോലെയായി. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. നമുക്കതിനൊപ്പം നിൽക്കാം. അത് മാത്രമേ വഴിയുള്ളൂ. പക്ഷേ ഈ വഴിക്കൊരു അപകടം ഉണ്ടല്ലോ ദർശനെ. ഏട്ടത്തിക്ക് ഇതൊരു പിറന്നാൾ ആഘോഷം മാത്രമാണ്. പക്ഷെ അവർക്ക് ഇവിടെ തിരിച്ചു കയറാനുള്ളൊരു വഴിയാ. വീണ് കിട്ടിയ ഒരു അവസരം അവരത് മനോഹരമായി ഉപയോഗിക്കും. അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല. ഇതിനേക്കാൾ ഭേദം ഏട്ടത്തി അവിടെ പോയി പിറന്നാൾ ആഘോഷിച്ച് തിരിച്ചു വരുന്നതായിരുന്നു. ഗിരിജാന്റെ ഒഴിവാക്കിയാലും മതിയായിരുന്നു. അതെങ്ങനെ സാധിക്കും? രൂപേഷേട്ടന്റെ പിറന്നാളിന് എന്നെ ഒഴിവാക്കാൻ പറ്റുമോ? അതുപോലെയല്ലേ ഇതും. ഈ പിറന്നാൾ ആഘോഷം മാറ്റിവെക്കാൻ നമുക്ക് അമ്മയോട് പറഞ്ഞാലോ? ഏയ്, ഇനി അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പിറന്നാൾ ആഘോഷം ഏട്ടത്തി നടത്തും. ഇത്രയും നാൾ അവർ ഒരുമിച്ചാ പിറന്നാൾ ആഘോഷിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ. ലോകത്ത് എവിടെ പോയാലും പവിത്രൻ ആ ദിവസം ഏട്ടത്തിയുടെ അടുത്തെത്തും. അതവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാനുള്ള ആഗ്രഹം കൊണ്ടുമല്ല. അത് ഒരു തന്ത്രമാണ്. ഏട്ടത്തിയെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പവിത്രനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രം. പവിത്രൻ എന്ത് തെറ്റ് ചെയ്താലും ഏട്ടത്തി ക്ഷമിക്കുന്നതും സഹിക്കുന്നതും പവിത്രൻ വരച്ച സ്നേഹത്തിന്റെ ഒരു കളത്തിനുള്ളിൽ ഏട്ടത്തി കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളല്ലേ അവര്? പിറന്നാളാഘോഷം വല്ല ഹോട്ടലിലും വെച്ച് നടത്താൻ പറഞ്ഞാലോ? ഏയ്, അതൊന്നും വേണ്ട. പിറന്നാൾ ആഘോഷം നടക്കട്ടെ. ഈ അവസരം ഉപയോഗിച്ച് അവരിവിടെ തിരിച്ചു കയറാനുള്ള ശ്രമം തടഞ്ഞാൽ മാത്രം മതി. ഒരുപാട് കാലത്തേക്ക് നമുക്ക് തടയാൻ പറ്റുമോ? എന്നേക്കുമായി അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ. തൽക്കാലം അവർക്കമ്മ ശിക്ഷ കൊടുത്തു എന്നല്ലേ ഉള്ളൂ. അതിന്റെ കാലാവധി കഴിയുമ്പോ അവരെ അമ്മ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നാ എനിക്ക് തോന്നുന്നത്. അത് പാടില്ല.
ആ തിരിച്ചുവരവ് തടയണം. അല്ലാതെ അവർ ഇനിയും ഇവിടെ സ്ഥിരമായി താമസത്തിന് വന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ അനുഭവപ്പെടുന്ന എല്ലാ സമാധാനവും ഇല്ലാതാകും. അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുക. എന്നിട്ടൊരു തീരുമാനമെടുക്കുക. രഞ്ജിനി, ആഹാ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അല്ല, എന്താ ഇത്ര സന്തോഷം? തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനുമേൽ തോണി ഇറക്കണമെന്നാ പണ്ടുള്ളവർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? എത്ര തിര വന്ന് നമ്മളെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാലും ആ തിരയ്ക്ക് മുകളിലൂടെയെല്ലാം തോണി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് ഭ്രാന്താ പറയുന്നത്? നിങ്ങൾ എന്താ കടലിൽ മീൻ പിടിക്കാൻ പോവാണോ? പിച്ചും പെയ്യും പറയുമ്പോഴെങ്കിലും അതിനൊരു സാമാന്യ മര്യാദ വേണം. ഏയ്, ഞാനൊരു ഉപമ പറഞ്ഞതാ. ഉപമയോ? എടി, നാളെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയാ പവിത്രനെ പിറന്നാൾ ആഘോഷിക്കാൻ ഏട്ടത്തി വിളിച്ചിരിക്കുന്നത്. അപ്പോ അത് കലക്കാനുള്ള എല്ലാ പണിയും നമ്മൾ ചെയ്യണ്ടേ? അതിന് നിങ്ങൾ എന്ത് ചെയ്തു? ഞാനേ ഒരു ചെറിയ തോണി ഇറക്കി. മനസ്സിലായില്ല. ഈ ഉപമയെ ഉൽപ്രേക്ഷ ഇല്ലാതെ പറഞ്ഞാൽ ഉപകാരമായിരുന്നു. മൂക്കിത്തൊടം 3 വലം വയ്ക്കണ്ട, നേരെ കാര്യം പറഞ്ഞാ മതി. എടി, രൂപേഷിനോടും ദർശനയോടും ഞാൻ ചിലതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പവിത്രൻ പിറന്നാൾ ആഘോഷിക്കാൻ വന്നാൽ പിന്നെ തിരിച്ചു പോവില്ല. ഇവിടേക്ക് തിരിച്ചു കയറാൻ പവിത്രനുള്ള ഒരേ ഒരു വഴിയാണ് ഈ പിറന്നാൾ ആഘോഷം. രൂപേഷിനും ദർശനയ്ക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പിറന്നാൾ ആഘോഷിക്കാൻ വിളിച്ചത് ഏട്ടത്തിയല്ലേ? എന്തായാലും ഏട്ടത്തി പവിത്രനെ പിറന്നാൾ ആഘോഷിക്കാൻ വിളിച്ചത് അവർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നവര് നിങ്ങളോട് പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവരുടെ സംസാരം കേട്ടല്ലറിഞ്ഞൂടെ? ഞാനിത് പറഞ്ഞപ്പോ രൂപേഷ് പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? എന്ത് പറഞ്ഞു? പിറന്നാൾ ആഘോഷിക്കാൻ അമ്മയ്ക്ക് അങ്ങോട്ട് പോയാ പോരായിരുന്നോ എന്ന്. ഓ, നാളത്തെ ആഘോഷം മാറ്റിവെക്കാൻ ഏട്ടത്തിയോട് പറയണമെന്ന് വരെ രൂപേഷ് പറഞ്ഞു. അപ്പൊ അവന് ബുദ്ധിയില്ലാന്ന് പറയുന്നത് വെറുതെയാ. നാളെ അവര് പിറന്നാൾ ആഘോഷം കലക്കോ? നീ നോക്കിക്കോ. പവിത്രനും ഗിരിജയും വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ല. അതിനു വേണ്ടതൊക്കെ ദർശനയും രൂപേഷും ചെയ്തോളും. പവി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചെന്ന്. പവി, നിന്റെ എല്ലാ പിറന്നാളും ഇവിടെ വെച്ച് നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിരുന്നത്. ഇത്തവണ എനിക്കതിന് കഴിയാതെ വരുമോന്ന് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ പിറന്നാൾ ആഘോഷത്തിന് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ഇവിടെ എല്ലാവരും സമ്മതിച്ചു. പിറന്നാൾ ആഘോഷവും സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വേണം നിങ്ങൾ തിരിച്ചു പോകാൻ. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകാൻ വന്നതല്ലെന്ന് കുറച്ച് കഴിയുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും. അയ്യോ, ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. എഴുന്നേക്കാൻ. ചേച്ചി, എന്താടാ ഇത്? ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. അച്ഛൻ അഭിനയിച്ച് തകർക്കാണല്ലോ. ചേച്ചി, ചേച്ചി എന്നോട് ക്ഷമിക്കണം. ചേച്ചിക്ക് ഞങ്ങളോട് ഇത്ര സ്നേഹമുണ്ടെന്ന് കരുതിയില്ല. ചേച്ചിയുടെ കൂടെ അല്ലാതെ പിറന്നാൾ ആഘോഷിക്കുന്നില്ലെന്നും പറഞ്ഞ് പവിയേട്ടൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു.
ചേച്ചി വിളിച്ചില്ലായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഇന്ന് ഒരു ആഘോഷം ഉണ്ടാകില്ലായിരുന്നു. അതറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങളോട് ആരോടും എനിക്കൊരു പിണക്കവും ഇല്ല. എല്ലാവരും നന്നായിരിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പവി വാ.